നമസ്കാരം. തൃശ്ശൂർ സ്വരൂപം എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നോട്ടീസിൽ ഇതിനെ ഒരു ചരിത്രാഖ്യായികയുടെ പശ്ചാത്തലം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു ചരിത്രാഖ്യായികയല്ല, ചരിത്രം തന്നെയാണ്. ചരിത്രവും ചരിത്രാഖ്യായികയും രണ്ടാണ് നാമുഖമായി പറഞ്ഞുള്ളത്. ഈ പുസ്തകത്തെ പറ്റി ഒരു പരിചയപ്പെടുത്തൽ നേരത്തെ സെന്റ് മേരീസ് കോളേജിൽ വെച്ച് നടന്ന പ്രകാശന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഒരു ചരിത്രവും പൂർണ്ണമല്ല. ഭാവി പ്രവചിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഭൂതകാലത്തെ വ്യാഖ്യാനിക്കുന്നത്. എല്ലാം വ്യാഖ്യാനമാണ്. ശാസ്ത്രീയമായ അടിത്തറ ലഭ്യമാകുന്നതുവരെ ഏത് കാര്യവും അതെഴുതിയ ആളിന്റെ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യാഖ്യാനമാണ് ചരിത്രമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് 50 വർഷം മുമ്പുള്ള ചരിത്രം ഇപ്പോൾ അതുപോലെ തന്നെ ആകണം എന്ന് നിർബന്ധം പിടിച്ചാൽ സാധ്യമല്ല. പുതിയ തെളിവുകൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രീയമായ വിശകലനങ്ങൾ, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ട കാഴ്ചകള്, കേട്ട കാര്യങ്ങള്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് തന്നെ വരും. അത് യാതൊരു സംശയമില്ല. അപ്പോൾ അതിനെ ചരിത്രം മാറ്റി എഴുതുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായൊരു നടപടിയാണോ എന്ന് നമുക്ക് മാറ്റി എഴുതേണ്ടി വരും. ഒന്നും ശാശ്വതമല്ല. കാർൽ മാർക്സ് പറഞ്ഞതുപോലെ മാറാത്തതായിട്ട് മാറ്റം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും മാറും, മാറിയേ പറ്റൂ. ഓരോ തവണയും ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നത്, ചരിത്രം എഴുതുന്നത് അത് വിജയിച്ച ആളിന്റെ കാഴ്ചപ്പാടുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രം അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ചരിത്രം മാറ്റി എഴുതുക അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഈ പുസ്തകത്തില് വടക്കുംനാഥന്റെ തിരുസന്നിധിയിൽ നടക്കുന്ന പൂരത്തെ പറ്റി പറയുന്നുണ്ട്. പൂരത്തില് പങ്കെടുക്കുന്ന ഘടകപൂരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഘടകപൂരങ്ങളിൽ ആദ്യം വരുന്നത് കണിമംഗലം ശാസ്താവാണ്. പൂരത്തിന്റെ അന്ന് രാവിലെയുള്ള TV ചർച്ചകളിലും അതിനു മുമ്പുള്ള പത്രലേഖനങ്ങളിലും TV ചർച്ചകളിലും ഒക്കെ പൂരത്തിന്റെ ദി സോ കോൾഡ് എക്സ്പെർട്സ് അവർ വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യം, കണിമംഗലം ശാസ്താവ് വൃദ്ധനായതുകൊണ്ട് വെയിലും മഴയും ഒന്നും കൊള്ളാതെ അതിരാവിലെ വരുന്നു എന്നുള്ളതാണ് ആദ്യം വരുന്നതിനെ പറ്റി പറയുക എന്നുള്ളത്. ആദ്യമായിട്ട് പറയേണ്ടത് ഹിന്ദു ദൈവങ്ങളൊന്നും അങ്ങനെ വൃദ്ധന്മാരല്ല എന്നുള്ളതാണ്. അവരെല്ലാവരും യോദ്ധാക്കളാണ്. നമ്മൾ മൈക്കലാഞ്ചലോയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ഗ്രീക്ക് പുരാണത്തിലെ ദൈവങ്ങളെ ഒക്കെ കാണുമ്പോൾ വയസ്സായിട്ടുള്ള ആ രീതിയിലൊക്കെയാണ് മൈക്കലാഞ്ചലോ ചിത്രീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ദൈവങ്ങൾ അങ്ങനല്ല. ക്ലീൻ ഷേവ് ചെയ്ത് 6 പാക്ക് ബോഡി ഹെഡൊക്കെ ഉള്ള ദേ ആർ ഓൾ ഫൈറ്റേഴ്സ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആയുധങ്ങളുണ്ട്. എക്സ്പെർട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാൾ രാവിലെ അല്ലെങ്കിൽ വെയിൽ കൊണ്ടാൽ വാടിപ്പോകുന്ന ഒരു ദൈവവും ഹിന്ദു പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിലൊന്നുമില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നിരുന്നൊരു കാര്യം എന്താണ്? കണിമംഗലം ശാസ്താവ് വരുന്നത് വെയിൽ കൊണ്ടാൽ വാടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. അത് രാജലക്ഷ്മി ചേച്ചി അത് അങ്ങനെയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ യുക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശാസ്താവ് എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? ആറാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളിവേട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ഭൂതഗണങ്ങളുടെ പ്രാധാന്യം എന്താണ്? അത് മാത്രമല്ല, ചില തറവാടുകൾ, ചില കാവുകൾ, ഇതൊക്കെ നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമായതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ആ തറവാട്ടിലെ മുതിർന്ന ആൾക്കാർ വിളക്ക് പിടിച്ചുകൊണ്ട് മുമ്പിൽ വരിക, അല്ലെങ്കിൽ ഇവർക്കൊരു അകമ്പടിയായിട്ടോ അല്ലെങ്കിൽ മുൻപേ ഒരു എഴുന്നള്ളിപ്പിന് മുമ്പേ നടക്കുക എന്നൊക്കെയുള്ള പരമ്പരാഗതമായിട്ടുള്ള ചില ആചാരങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി വെയിൽ കൊള്ളാൻ വയ്യാത്ത ശാസ്താവ് തിരിച്ചു പോകുമ്പോൾ ഒരു 9:30 മണിയാവും. അപ്പോൾ വെയിലില്ലേ? അപ്പൊ അത് വളരെ യുക്തിപൂർവമായിട്ട്
അപ്പൊ നമ്മൾ അതിനെ ചരിത്രം തിരുത്തി എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഈ പുസ്തകം എഴുതാൻ വളരെയധികം 6-7 വർഷത്തെ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിക്കുന്ന രേഖകൾ, ഇപ്പൊ നമുക്ക് രേഖകളൊന്നും പ്രധാനമല്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അത് കേട്ടുവെച്ചിട്ട് അതിനെ പിന്നെ അതങ്ങ് പറഞ്ഞ്, പണ്ടൊരു സ്വാമിയുടെ ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ ഞാനത് കേട്ടിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ ശ്രീകോവിലിന് മുമ്പിൽ ഉള്ള എന്താ നമസ്കാര മണ്ഡപം അല്ലെ, നമസ്കാര മണ്ഡപത്തിന്റെ ആ ഒരു കഴുക്കോലിൽ ഇങ്ങനെ തലമുട്ടിക്കുക എന്നൊരു ആചാരം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും തൊഴുതിട്ട് വന്നിട്ട് ഇങ്ങനെ തല അവിടെ ഇടിക്കും, നീളമില്ലാത്തവൻ ചാടി ഇടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കണ്ട ആൾക്കാർക്ക് അത് അവിടുത്തെ ഒരു ആചാരമായിട്ട് മാറുകയാണ്. അപ്പൊ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ നീളമുള്ള ഒരാൾ വന്നപ്പോൾ അയാളുടെ തല അവിടെ ഒന്ന് തട്ടി, പുള്ളിയുടെ ഒന്ന് തടയിൽ വന്നപ്പോഴത്തേക്കിന് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അതിനെ ഒരു ആചാരമായിട്ട് മാറ്റിയിട്ട് അങ്ങനെ വരുന്നവര് ചാടിത്തുള്ളി അതിലേക്ക് വരിക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പൊ ഇതിനെ നമ്മൾ ആചാരമായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഡിസ്പ്യൂട്ടഡ് ആണ്, ഏറ്റവും അധികം വിവാദ വിഷയമാകുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചരിത്രവും അധികാരവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ചരിത്രവും അധികാരവും തമ്മിൽ മാത്രമല്ല, ചരിത്രവും അധികാരവും മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അടിസ്ഥാനപരമായിട്ട് എല്ലാത്തിന്റെയും ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ അധികാരം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് പല പല കാര്യങ്ങളുണ്ട്, പല പല മാർഗങ്ങളുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഈ ചരിത്രത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ യുക്തിപരമായ രീതിയിലേക്ക് നമ്മളൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള ചരിത്രം മാറ്റി എഴുതുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആഖ്യാനത്തിലേക്ക്, ഒരു നരേറ്റീവിലേക്ക് മാറും. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല നരേറ്റീവുകളെയും ഈ ഒരു പുസ്തകം വെല്ലുവിളിക്കുന്നുണ്ട്. അതിലൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞ ഈ പൂരത്തിന്റെ ഒരു കാര്യം. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഈ പൂര സംബന്ധമായിട്ടൊരു ചർച്ച വൈലോപ്പള്ളി ഹാളിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സെന്റ് അലോഷ്യസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫി, ഹിസ്റ്ററി, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ എന്താണ് അത്, ഇന്ത്യക്ക് അങ്ങനെ ഒരു നോളജ് സിസ്റ്റം ഉണ്ടോ, നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആര്യനൈസേഷൻ, ആര്യൻ ഇൻവേഷൻ തിയറി എന്നുള്ള ഒരു കാര്യം തന്നെ. BCE 1500 മധ്യേഷ്യയിൽ നിന്ന് വെളുത്ത തൊലിയുള്ള ആൾക്കാർ കയറി വന്നു. അവര് ഹാരപ്പക്കാരുമായിട്ട് അടിച്ച് പിരിഞ്ച് അങ്ങനെ ഹാരപ്പൻകാർ തെക്കോട്ട് വന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് ആര്യൻ ദ്രാവിഡ ഡിവൈഡ്. ഞാനും പഠിച്ചത് അങ്ങനെയാണ്, ഹിസ്റ്ററി പുസ്തകത്തിൽ നിങ്ങളും പഠിച്ചതാണ് അങ്ങനെയാണ്. ഇപ്പോഴുള്ള കുട്ടികളോട് അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവരിതിനെ ചിരിച്ചു തള്ളും. ഈ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എവിഡൻസുകൾ വേണമല്ലോ നമുക്കെല്ലാം തന്നെ. ഉപഗ്രഹ ചിത്രങ്ങൾ വന്നതോടുകൂടി ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സരസ്വതി എന്നൊരു നദി ഉണ്ടായിരുന്നു എന്നും 1900 BC-യിലാണ് ആ നദി വറ്റി വരണ്ടു പോയത്. ഋഗ്വേദത്തിലൊക്കെ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു നദിയാണ് സരസ്വതി നദി. അപ്പൊ അതിന്റെ തീരത്തുള്ള സംസ്കാരം വന്നിട്ടുള്ള ഭാഗങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഈ ഗ്രന്ഥങ്ങളിലൊന്നും ഇപ്പൊ നമ്മൾ ഈ ആര്യന്മാർ വന്നു എന്ന് റോമില താപ്പർ എഴുതുമ്പോൾ റോമില താപ്പർ അവിടെ ഉണ്ടായിരുന്നു ഇല്ല. അവരാണ് കൂടുതലായിട്ട് ആ പുസ്തകത്തിലൂടെ, അതൊരു മാർക്സിസ്റ്റ് ചരിത്ര വീക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇൻഡിജിനസ് ആയിട്ടുള്ളത്, ഭാരതീയമായിട്ടുള്ളത് അങ്ങനൊന്നും ഇല്ല. എല്ലാം നമുക്ക് പുറത്തുനിന്ന് വന്ന് അതിനെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വന്തമായിട്ടുള്ള ഭാരതീയമായിട്ടുള്ള, ഭാരതീയം എന്ന് പറഞ്ഞാൽ തന്നെ അത് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു വാക്കായിട്ട് മാറുകയാണ്. ഇതാണ് നമ്മുടെ ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യു വിൽ ബി ലേബിൾഡ് ആസ് സംതിങ്. യു കനോട്ട് സ്പീക്ക് അബൌട്ട് നാഷണലിസം. ദേശീയതയെ പറ്റി നിങ്ങൾക്ക് ഇന്ന് സമകാലിക ഇന്ത്യയിൽ പറയാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി എ ഫാഷിസ്റ്റ്. ഫാഷിസം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ദേശീയതയെ സംബന്ധിക്കുന്ന കാര്യമാണ്.
അപ്പൊ നിങ്ങൾ ദേശീയവാദിയാകാൻ പാടില്ല. നിങ്ങളുടെ രാജ്യത്തിന്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ അത് വെച്ചുകൊണ്ടാണല്ലോ റൊമില ഥാപ്പർ എഴുതുന്നത്. റൊമില ഥാപ്പർ എഴുതുന്ന പുസ്തകത്തിൽ രാമായണത്തിലോ അല്ലെങ്കിൽ മഹാഭാരതത്തിലോ വിദേശത്ത് നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് ആക്രമിച്ചതായിട്ടുള്ള ഒരു കാര്യം പറയുന്നില്ല. മാത്രമല്ല മറ്റൊരു കാര്യം അവിടെ പറയുന്നത് ദേ ആർ ഫെയർ സ്കിൻഡ് പീപ്പിൾ എന്നാണ്, വെളുത്ത തൊലിയുള്ള ആൾക്കാരാണ്. മാധവക്കുട്ടി ചേച്ചി അരിയാണ്ടിരിക്കുന്നു അല്ലേ? ഇതാണ് പ്രശ്നം. നമ്മളിൽ എങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ വെളുത്ത തൊലിയുള്ള ആൾക്കാരെല്ലാവരും ഈ ആര്യനാണ് എങ്കിൽ ഇവിടെയുള്ള വെളുത്ത തൊലിയുള്ള ആൾക്കാർ എങ്ങനെയാ വരിക? ഈ ആര്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രാമായണത്തിൽ പറയുന്ന ആൾക്കാരിൽ വെളുത്ത തൊലിയുള്ള ആൾക്കാർ ആരാണ്? രാമന്റെ നിറം എന്താണ്? സീതയുടെ നിറം എന്താണ്? മഹാഭാരതത്തിലോട്ട് വരുമ്പോ അതിലെ എല്ലാ ആൾക്കാരും, പാണ്ഡുവിന്റെ പത്നിയായ മാതിരിയെ പറ്റി പറയുന്നത് തൊട്ട് കണ്ണെഴുതാവുന്ന കറുപ്പായിരുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കറുത്ത നിറമുള്ളവരാണ്. കൃഷ്ണൻ കറുത്ത നിറമുള്ളവരാണ്, രാമൻ കറുത്ത നിറമുള്ളവരാണ്, വേദവ്യാസൻ അത് തന്നെ. പിന്നെ എവിടെയാണ് ഈ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആര്യൻ ഇൻവേഷൻ തിയറി? അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കിനും ഈ ആര്യൻ ഇൻവേഷൻ തിയറി എഴുതിയ ആള് തന്നെ അത് മാറ്റിയിട്ട് അത് ആര്യൻ മൈഗ്രേഷൻ തിയറി ഒന്ന് ചുരുക്കിയാണ്. അതങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതൊന്നുമല്ല, അല്ലാതെ വന്നിട്ടുള്ളതാണ് എന്നുള്ളത് ആ ഒരു രീതിയിലേക്ക് അത് മാറി. അപ്പോഴത് വിടുന്നില്ല. നമ്മുടെ ഋഗ്വേദത്തിലേക്ക് ആര്യ ശബ്ദമുണ്ട്, ശ്രേഷ്ഠൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, അത്രേ ഉള്ളൂ. ആര്യ ശബ്ദം വരുന്നത് അങ്ങനെയാണ്. ആര്യപുത്ര എന്ന് വിളിക്കുന്നത് ആ അർത്ഥത്തിലാണ്, അല്ലാതെ മധ്യേഷ്യയിൽ നിന്ന് വന്ന ആളെന്ന അർത്ഥത്തിലല്ല, ആരുടെ പുത്രൻ എന്ന അർത്ഥത്തിലല്ല വരുന്നത്. പക്ഷെ അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ആ ഒരു മാർക്സിസ്റ്റ് ഒഫീഷ്യൽ മാർക്സിസ്റ്റ് എന്ന് കസാംബി പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതാണ് ഈ ചരിത്രത്തിന്റെ ഈ ഒരു പ്രശ്നം. അതിനെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റുമ്പോൾ ധാരാളമായിട്ട് പഠനം നടക്കുന്നുണ്ട്. DNA പഠനം നടക്കുന്നുണ്ട്. ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ് ധാരാളം വരുന്നുണ്ട്. അരവിന്ദ പോലെയുള്ള പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഈ ഒരു പഴയ ഒരു കാര്യത്തിലേക്ക് തന്നെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിപ്പോയി. ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക, ആ നരേറ്റീവ് വളരെ പെട്ടെന്നൊന്നും മാറാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഒരു കളക്റ്റീവ് കാളിങ് പറഞ്ഞതുപോലെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ അതിങ്ങനെ കിടക്കുകയാണ്. അത് പെട്ടെന്നൊന്നും മാറാനായിട്ട് വരുന്നില്ല. ഈ DNA പരിശോധിച്ചപ്പോൾ എല്ലാം ഈ പറഞ്ഞതുപോലെ വ്യത്യാസമൊന്നുമില്ല. ഇനി വേറെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ തമിഴ്നാട്ടിലെ കീഴടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു എക്സ്കവേഷൻ ചരിത്രം അവിടെ നോക്കുമ്പോൾ ഹാരപ്പൻ സിവിലൈസേഷന്റെ അതേ കാലഘട്ടം തന്നെയാണ്. അത് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. കാരണം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ചില സിദ്ധാന്തങ്ങൾക്ക് അത് മാറ്റം വരുന്നുള്ളതുകൊണ്ട്. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷനും ഈ പറയുന്ന കിഴടിയുടെയും ഏജ് കൃത്യമായ രീതിയിൽ ഏകദേശം തുല്യമാണ്. അപ്പോൾ ഈ പറയുന്ന ആര്യൻ ദ്രാവിഡ ഡിവൈഡ് ഇപ്പൊ രാമായണത്തേക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആൾക്കാർ. നമ്മുടെ പ്രശ്നം വ്യാഖ്യാനമാണ്. വ്യാഖ്യാനിച്ചു വരുമ്പോൾ രാമൻ ആര്യനാണ്, രാവണൻ ദ്രാവിഡനാണ്. അപ്പോൾ ആര്യൻ ദ്രാവിഡനെ കീഴ്പ്പെടുത്തി എന്നൊക്കെയുള്ള ഈ കഥകൾ കേട്ടുകൊണ്ടാണ്, കഥകളല്ല അക്കാഡമിക് ബ്രില്യൻസ് കേട്ടുകൊണ്ടാണ് നമ്മളൊക്കെ വളർന്നു വരുന്നത്. അപ്പൊ രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ദുഷ്ടനായിട്ടുള്ള ഇങ്ങനെ 10 തലയൊക്കെ ഉള്ള ഒരു വിചിത്ര ജീവിയായിട്ടൊക്കെ ഉള്ളതാണ്. ഏതോ ഒരു വിവരം കേട്ട ശിവകാശി എഴുതി വെച്ചെന്നല്ല അതിനെങ്ങനെ വരുന്നത്. ബ്രഹ്മാവിന്റെ പുത്രൻ പുലസ്ത്യന്റെ പുത്രൻ വിശ്രവസന്റെ മകനല്ലേ രാവണൻ. 4 വേദങ്ങൾ പഠിച്ചവനാണ്. ദാറ്റ് മീൻസ് ചതുർവേദിയാണ്. ശ്രീരാമന്റെ അതേ ഗോത്രം, വേണമെങ്കിൽ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരാളാണ് അല്ലേ ടീച്ചറെ? അപ്പോ അങ്ങനെയുള്ള ഒരാളാണ്. അല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളിലേക്കല്ല അത് വരുന്നത്. ആ വ്യാഖ്യാനം, ചരിത്രത്തിന്റെ വ്യാഖ്യാനം നമ്മൾ ഇവരെ എന്തിനാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അധികാരത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഭരണാധികാരി, പ്രത്യേകിച്ച് ഒരു വൈദേശിക ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അത് നമ്മളെ പോലെ രേഖപ്പെട്ട ചരിത്രബോധമില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യക്കാരെ പറ്റി വിദേശീയർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ആ ചരിത്രബോധത്തിന്റെ അഭാവത്തിൽ അവർ കൊണ്ടുവന്ന ചരിത്ര കഥകളൊക്കെ നമ്മൾ വിശ്വസിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ഒരു അപകർഷതാ ബോധത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരു ജനതയെ ഭരിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളൊരു കൊളോണിയൽ ബുദ്ധി, ഒരു കൊളോണിയൽ വ്യാഖ്യാനത്തിന്റെ പിൻപതിപ്പായിട്ട് ഇപ്പോഴും അത്തരം ചരിത്ര വ്യാഖ്യാനങ്ങൾ തുടരുന്നു. അത്തരം ചരിത്ര വ്യാഖ്യാനങ്ങളെ മാറ്റി എഴുതുക എന്നുള്ളത് അത് വെറുതെ മാറ്റി എഴുതുക എന്നുള്ളതല്ല. അപ്പൊ അതിന് ഈ വ്യത്യാസം വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഗണപതിയുടെ തല മാറ്റി വെച്ച് പ്ലാസ്റ്റിക് സർജറി അമ്മാതിരി വിവരക്കേടുകളുടെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ശാസ്ത്രീയമായ പഠനത്തിന്റെ അല്ലെങ്കിൽ DNA സ്ട്രക്ചറിന്റെ ആ ഒരു രീതി വരുമ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾ ഇവിടെയും തമ്മിലുള്ള DNA പ്രശ്നം വരുന്നില്ല.
ഇപ്പോൾ പുതിയൊരു വാക്ക് വരുന്നുണ്ട് ചരിത്ര പഠനത്തിൽ, ഇൻഡിജിനസ് ആര്യനൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയതാണ്? ആര്യൻ ഇൻവേഷൻ തിയറിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇൻഡിജിനസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള എന്നാൽ ആ വാക്ക് വിടാൻ ഒരു അല്പം ബുദ്ധിമുട്ടാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം തന്നെ ഈ പറയുന്ന ഒരു ആധിപത്യത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ തെക്കും വടക്കും ഇതൊക്കെ നിലനിന്ന് പോരുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ തമിഴ്നാട് രാഷ്ട്രീയം, DMK രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഈ ഒരു ഒറ്റ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അവർക്കൊരു ഐഡിയോളജിക്കൽ ബേസ് ഒന്നുമില്ല. ഈ ഭാഷയുടെ കാര്യം തന്നെ എടുത്തുക. ഇപ്പൊ നമ്മളെ ദ്രവിഡിയൻ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം. സംസ്കൃതം വേറെയാണ്. എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം വായിക്കുമ്പോൾ മലയാളവും സംസ്കൃതവും തമ്മിലുള്ള ബന്ധം നമ്മൾക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? വന്യ സന്തപ്ത ലോകസ്താമ്പ് ബിന്ദുന സന്നിധം മർത്ത് ജീവിതം ക്ഷണഭങ്കുരം. മലയാളമായിട്ടാണ് ഞാനും ഇരിക്കുന്ന എല്ലാവരും 10ാം ക്ലാസ്സിൽ ആ ഒരു പാഠം പഠിച്ചത്. സംസ്കൃതവും മലയാളവും തമ്മിൽ അതിന്റെ അവസാനം ഒരു പൂജ വിട്ട് കഴിഞ്ഞാൽ അത് മലയാളമായി മാറുന്ന രീതിയിലേക്ക് അത് മാറി. അതിനെ മറ്റൊരു ഭാഷാഗോത്രമായിട്ട് അരവിന്ദോടൊക്കെ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട്, അഗാധ പണ്ഡിതനായിരുന്നു അദ്ദേഹം, വളരെ വ്യക്തമായിട്ട് ഈ തമിഴും സംസ്കൃതവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി വളരെ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ തമിഴ് രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന EV രാമസ്വാമി നായ്ക്കർ തമിഴിനെ വിളിക്കാൻ ഒരു ചീത്തയും ഇനി ബാക്കിയില്ല. അപ്പൊ സംസ്കൃതം പഠിക്കാൻ പറ്റത്തില്ല, അത് ബ്രാഹ്മണരുടെ ഒരു രീതിയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു സീതാറാം സാർ പറഞ്ഞു അതേ കൂടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഈ ചാതുർവർണ്ണ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹം തന്നെ സമ്മതിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് അത് അങ്ങനെ അല്ല എന്നും കൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം അദ്ദേഹം അപ്പുറത്തോട്ട് പോയില്ല എന്നുള്ളതാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, അത്രയാണ് ആദ്യത്തെ ഒരു വരിയിൽ നമ്മൾ നിർത്തും. അദ്ദേഹം ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന്റെ കുലത്തൊഴിലനുസരിച്ച് അദ്ദേഹം ചെയ്യേണ്ടത് മന്ത്രമാണ്. അദ്ദേഹം ചെയ്തത് വൈശ്യന്മാരുടെ ജോലിയാണ്. അപ്പോൾ ഈ പറഞ്ഞ എവിടെ പോയി ചാതുർവർണ്ണ്യം? ദാറ്റ് ഈസ് ഓൾസോ ദ പ്രോബ്ലം ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അതും വ്യാഖ്യാനത്തിന്റെ പ്രശ്നമാണ്. ബ്രാഹ്മണനായ ഒരാൾക്ക് വൈശ്യൻ എന്ന് പറയുമ്പോൾ താഴ്ന്ന ജാതിയിലുള്ള ഒരാളാണ്. അവരാരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അങ്ങനെയല്ല. ഇനി വൈദ്യം, കേരളത്തിലെ വൈദ്യം ഒരു കാലഘട്ടം മുഴുവൻ ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ വൈദ്യന്മാരായിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് അവർക്ക് അറിവുകൾ ലഭിക്കുന്നത്? പെരുന്തച്ഛന്റെ കുലം, ആ കഥയൊക്കെ നമുക്കറിയാം. അന്നത്തെ ഭാഷ പറഞ്ഞ ആശാരി OBC ആണ്, വിശ്വകർമ്മയിൽ വരുന്നത്. OBC റിസർവേഷൻ കാറ്റഗറിയാണ്. ഇത്ര പെർഫെക്റ്റ് എഞ്ചിനീയറിംഗ് അവരെങ്ങനെ എവിടുന്ന് പഠിച്ചു? ആ ഗ്രന്ഥങ്ങൾ നോക്കി പഠിക്കണമല്ലോ. ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃത ഗ്രന്ഥങ്ങൾ തന്നെയല്ലേ. ഇന്നൊരു സിവിൽ എഞ്ചിനീയറിന് ഇതേപോലെ ഒരു മുറി എഴുതണമെന്നുണ്ടെങ്കിൽ പേപ്പറും പേനല്ലേ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് അത്ര വരച്ചിട്ടേ പറ്റത്തുള്ളൂ. ഒരു വരയും കുറിയും ഒന്നുമില്ലാതെ മഹാക്ഷേത്രങ്ങളായാലും വലിയ കെട്ടിടങ്ങളായാലും തടിയിൽ പണിഞ്ഞ് ഒറ്റക്കോലിലാണ് അതിന്റെ ആരൂഢം മുഴുവൻ നിൽക്കുന്നത്. 42 അരക്കാല് 80 അരക്കാൽ ഉൾപ്പെടെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ഒരു വരയില്ല പേപ്പറിൽ. കൃത്യമായിരിക്കും അത് കൂടുന്നത്. ആ പഠനം എങ്ങനെ വന്നതാണ് അവർക്ക്? അവരെ ആര് പഠിപ്പിച്ചു? വേറെ ഏതെങ്കിലും ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊക്കെയാണ് ഈ ചരിത്രത്തിന്റെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ പഴയ കഥകളിലൂടെ തന്നെ ഈ കഥകളിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു ജനതയായതുകൊണ്ട് ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ ആ ഒരു പാരമ്പര്യം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആ കഥകളിൽ വിശ്വസിച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിനെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആയിട്ട് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഇന്റർപൊളേഷൻസ് വളരെയധികം കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം ഈ വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ എത്രമാത്രം ഈയം വേണ്ടി വന്നിരിക്കുക അന്നത്തെ കാലത്ത്. അത്രയും ഈയം അവൈലബിൾ ആയിരുന്നു അന്നത്തെ കാലത്ത്. മനുസ്മൃതിയാണ് ഇവിടെ ആധികാരികമായിട്ടുണ്ടായെന്നുള്ളതിനെ പറ്റി. ഏത് ഭരണകൂടത്തിലാണ് മനുസ്മൃതി കൃത്യമായിട്ട് അവിടെ വന്നിരുന്നത്? ഏതെങ്കിലും ഭരണകൂടം? നമ്മൾ എത്ര ഗുപ്ത കാലഘട്ടം പഠിക്കുന്നുണ്ട്, മൗര്യ കാലഘട്ടം പഠിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്ന ഹൂണന്മാരുടെ കാര്യം പറയുന്നുണ്ട്, ഡക്കാൻ രാജാക്കന്മാരുടെ കാര്യം പറയുന്നുണ്ട്, ചേരന്മാരുടെയും ചോള രാജവംശത്തിന്റെയും പല്ലവത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഭരണകാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മനുസ്മൃതി പോലെയുള്ള അല്ലെങ്കിൽ ഈ സ്മൃതികൾ 18 അതിൽ കൂടുതലും ഉണ്ട്. അതിനെ കോഡിഫൈ ചെയ്ത് വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്, ഹിന്ദു ലോ എന്ന രീതിയിൽ. അവിടെ തൊട്ടാണ് ഇതിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, അതാണ് ശ്രുതി. ഞാൻ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. സ്മൃതിയിലാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് ആദ്യം കേൾക്കുന്നത് വായിക്കുന്നത് SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിലാണ്. ശ്രീധരനെ പഠിപ്പിക്കാനായിട്ട് വരുന്ന മാഷ്
ക്ലാസ്സിൽ വന്നിട്ട് ആദ്യം പറയുന്ന ഒരു ശ്ലോകമാണ്, സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യം അപ്രിയം. ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ കുട്ടികൾ തന്നെ ഇരട്ടപ്പേരിട്ട് സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ, അത് സ്മൃതിയില. അപ്പൊ അതാണ് നമ്മുടെ ഈ സത്യം ബ്രൂയാൽ, പ്രിയമായ സത്യങ്ങൾ മാത്രമേ നിങ്ങൾ പറയുള്ളൂ. ന ബ്രൂയാൽ സത്യം അപ്രിയം, അപ്രിയകരമായ സത്യങ്ങൾ നിങ്ങൾ പറയരുത്. അപ്പോൾ ഏതാണ് പ്രിയകരമായ സത്യം, ഏതാണ് അപ്രിയകരമായ സത്യം? നമ്മുടെ സൈമൺ ചേട്ടന്റെ പുസ്തകം അവിടെ പ്രകാശനം ചെയ്യുന്ന സമയത്ത് ഒരു പ്രഭാഷകൻ, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം വളരെ വിപുലമായ രീതിയിൽ അതിനെപ്പറ്റി പരിചയപ്പെടുത്തുമ്പോഴും തൃശ്ശൂരിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ പറ്റി, മതപരമായ മതസഹിഷ്ണുതയെ പറ്റിയൊക്കെ വളരെ വിപുലമായ രീതിയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ഒരു ലഹള നടന്നു വന്നു. ലഹളയുടെ കാര്യം പറഞ്ഞില്ല. തൃശ്ശൂർ ഒരു കൃഷ്ണയ്യരുടെ കട കൊള്ളയടിച്ച ആ കട പിറ്റേ ദിവസം തന്നെ ചാക്കോള തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഒന്ന് രണ്ട് സംശയങ്ങൾ അതിനകത്ത് വരുന്നു. നാഗപ്പാടെ 3 കടയെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ തൃശ്ശൂർ. ഇനി കൃഷ്ണയ്യരുടെ കട, ചാക്കോളയുടെ കട, പിന്നെ ഒരു മുസ്ലിം അസദുള്ള ഖാന്റെ ആ ഒരു കട തന്നെയാണ്. ചാക്കോളയുടെ കടയുടെ അപ്പുറത്തുള്ള ആ കട കൊള്ളയടിക്കുമ്പോൾ എന്തുകൊണ്ട് ചാക്കോളയുടെ കട കൊള്ളയടിച്ചില്ല? രാജലക്ഷ്മി ചേച്ചിയുടെ പുസ്തകം വായിച്ചപ്പോഴും ഇനി പുസ്തകത്തിൽ നിന്ന് തന്നെ വരാം, നമ്മൾ പുറമേ പറയുമ്പോഴാണ് എൻ്റെ പ്രശ്നമാണ്. രേഖകൾ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കും. ഇതില് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന ഭാഗം, അധ്യായം 9, 165, 166 പേജില് കുറച്ച് ഉണ്ട്. കൊച്ചിയിലെ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് എൻ്റെ പകുതി തൊട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് പറയുന്നത്. 1915 മലബാറിലും 19 എറണാകുളത്തും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. 1920 ഭാഷാടിസ്ഥാന സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ തൃശ്ശൂർ ആസ്ഥാനത്ത് നടന്നു. 1925 കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പ്രസിഡന്റായി. 1921 ഗാന്ധിജി ആഹ്വാനം നടത്തിയ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ കൊച്ചിയിലെ യുവാക്കൾ വിദ്യാലയങ്ങൾ വിട്ട് സമരരംഗത്തിറങ്ങി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കി. നിസ്സഹകരണ പ്രസ്ഥാന സന്ദേശം നൽകുവാൻ തൃശ്ശൂരിലെത്തിയ സി രാജഗോപാലാചാര്യക്ക് കല്ലേറിൽ പരിക്കേറ്റു. തന്റെ തലയിൽ കൊണ്ട കല്ല് അന്നത്തെ ദിവാൻ വിജയരാഘവ ആചാര്യക്ക് പരാതിക്കൊപ്പം അയച്ചു. ഡോക്ടർ എ.ആർ. മേനോന്റെ നേതൃത്വത്തിൽ സംഘർഷാവസ്ഥ തുടർന്നു. ഇതിനെ തുടർന്ന് കൊച്ചി രാജ്യത്ത് പൊതുയോഗ നിരോധനം ഉണ്ടായി. പിന്നെ ബാക്കിയുള്ള ഈ ഒരു പ്രശ്നം വരുമ്പോ ഒരു സി രാജഗോപാലാചാര്യക്ക് കല്ലേറിൽ പരിക്കേൽക്കുകയും ആ കല്ല് വിജയരാഘവ ആചാര്യക്ക് ദിവാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴും അവിടെ വലിയൊരു ഒരു വ്യക്തത വരുന്നില്ല. അപ്പൊ ഇതിനെപ്പറ്റി നേരത്തെ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് എന്താണ് ആ ഒരു സംഭവം എന്നുള്ളതിനെ പറ്റി അറിയാമല്ലോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? 1921 മാപ്പിള ലഹളയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ ലഹളയെ പറ്റി കേട്ടിട്ടുണ്ടോ? മാധവക്കുട്ടി ചേച്ചി കേട്ടിട്ടുണ്ടോ? ഇല്ല. രത്നമൻ ടീച്ചർ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഉഷ ടീച്ചർ കേട്ടിട്ടുണ്ടോ? ഇല്ല. മോഹൻദാസ് സാറ് കേട്ടിട്ടുണ്ടോ? ഉണ്ണിയിടം കേട്ടിട്ടുണ്ടോ? ഇല്ല. കേൾക്കണം. കേൾക്കണമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഈ കേൾക്കാതെ ഇരിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ഈ പറഞ്ഞ തൃശ്ശൂര് വൃത്താന്തം വരുമ്പോ മലബാർ ലഹളയെ പറ്റി പാഠപുസ്തകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സി രാജഗോപാലാചാര്യ ചെറിയ ആളൊന്നുമല്ല. അദ്ദേഹത്തിന് ആ കല്ല് വെച്ചുകൊണ്ടാണ് ഈ കല്ല് കൊണ്ടാണ് എനിക്ക് ഏറ് കിട്ടിയത് എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റിയുള്ള കുറെ അധികം അന്വേഷണങ്ങളില് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം, മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് 1965 ജൂലൈ, ഫസ്റ്റ് അക്കാദമി എഡിഷൻ 1993. എൻ്റെ കയ്യിലിരിക്കുന്നത് ആ ഒരു എഡിഷനാണ്. അതില് ഖിലാഫത്ത് സ്മരണകൾ, അതിലെ പേജ് നമ്പർ 21 തൃശ്ശൂർ ലഹള എന്ന പേരിൽ ഒരു ഭാഗമുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ കാര്യമുണ്ട്, ഞാൻ അത് തന്നെ എഴുതിയേക്കുന്നത്. ഇത് എൻ്റെ വാക്കുകളല്ല. മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, പുസ്തകം ഖിലാഫത്ത് സ്മരണകൾ. ഒരാഴ്ചയിലധികം നീണ്ടു നിന്നത് വന്ന് കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയതുമാണ് തൃശ്ശൂർ ലഹള. 1921 ഫെബ്രുവരി 16 ശരിയായ കൊല്ലവർഷം 1090 കുംഭം 5 തീയതി
ശ്രീ കെ മാധവൻ നായർ, യാക്കൂബ് ഹുസൈൻ, യു ഗോപാലമേനോൻ, മൊയ്തീൻ ഗോയ എന്നീ 4 പേരെ മലബാർ ജില്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കോഴിക്കോട് ഹുസൂരിലേക്ക് വാറണ്ട് അയച്ചു വരുത്തി അന്നത്തെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കരുതെന്ന് അവരോട് കൽപ്പിച്ചു. അതിന് നല്ല നടപ്പ് ജാമ്യവും ചോദിച്ചു. അവർ കൽപ്പന നിരസിച്ചു. അവരെ 6 മാസം ശിക്ഷിച്ചു. മേൽപ്പറഞ്ഞ ധീരകൃത്യത്തെ അഭിനന്ദിക്കാനായി തൃശൂരിൽ കുംഭം 9-ന്, അതായത് ഫെബ്രുവരി 20-ന് ഒരു വൈകുന്നേരം തേക്കിൻകാട് മൈതാനത്ത് വെച്ച് ഒരു പൊതുയോഗം ചേർന്നു. യോഗ സ്ഥലത്ത് ക്രിസ്ത്യാനികൾ ലഹളയുണ്ടാക്കി ബെഞ്ചും കസാലകളും വലിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അവിടെ യോഗം കൂടുവാൻ സാധിച്ചില്ല. കുംഭം 15, ഫെബ്രുവരി 16. ശനിയാഴ്ച അവിടെ വെച്ചൊരു യോഗം ചേർന്നു. പാലിയത്ത് ചെറിയ കുഞ്ഞുണ്ണി അച്ഛൻ ഒരു ഗംഭീര പ്രസംഗം ചെയ്തു. കുംഭം 16, ഫെബ്രുവരി 27. ഞായറാഴ്ച പകൽ സുമാർ 3 മണിയോടുകൂടി ഒരു വലിയ ലോയൽറ്റി പ്രൊസഷൻ, ബ്രാക്കറ്റിൽ അതിന്റെ മലയാളമുണ്ട്, രാജഭക്തന്മാരുടെ പട്ടണ പ്രവേശം. ആ സെന്റൻസ് ബ്രാക്കറ്റിൽ അതൊന്നുകൂടെ വായിക്കാം. കുംഭം 16-ന് ഞായറാഴ്ച പകൽ സുമാർ 3 മണിയോടുകൂടി ഒരു വലിയ ലോയൽറ്റി പ്രൊസഷൻ ക്രിസ്ത്യാനികൾ ആരംഭിച്ചു. അതിൽ സുമാർ 1500ഓളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. ബാൻഡുവാദ്യം മുതലായവ മുഴക്കിക്കൊണ്ടിരുന്നു. പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ ചാക്കോ, ഇൻസ്പെക്ടർമാർ, കോൺസ്റ്റബിൾമാർ മുതലായവർ സമാധാന രക്ഷയ്ക്കൊപ്പം നടന്നിരുന്നു. കിഴക്കേ അങ്ങാടിയിൽ നിന്ന് തുടങ്ങിയ ഘോഷയാത്ര തെക്കേ ഗോപുരത്തിന്റെ തെക്കുവശത്തുള്ള മുഹമ്മദീയരുടെ പള്ളിയിൽ എത്തി. ആ പള്ളിയുടെ മുമ്പിൽ കൂടി ആഘോഷപൂർവ്വം കൊട്ടിക്കൊണ്ടു പോകണമെന്ന് ഉദ്ദേശിച്ച ഘോഷയാത്ര മുഹമ്മദീയരാൽ തടയപ്പെട്ടു. വളരെ ശ്രമിച്ചിട്ടും പള്ളിയുടെ മുൻവശത്ത് കൂടി ആ ഘോഷയാത്രയ്ക്ക് പോകുവാൻ സാധിച്ചില്ല. അവിടെ വെച്ച് ഒരു സംഘട്ടനം നടക്കുകയും ചിലർക്ക് പരിക്കുകൾ പറ്റുകയും ചെയ്തു. 4 മുഹമ്മദീയ ഭവനങ്ങൾ ഘോഷയാത്രക്കാർ തീ വെച്ചു കളഞ്ഞു. മേൽ വിവരിച്ച പോലീസ് സംഘത്തിന്റെ സന്നിധിയിൽ വെച്ചാണ് ഇത് നടന്നത്. അവർക്കത് തടയുവാൻ സാധിച്ചില്ല. നെക്സ്റ്റ് പാര. ആ ജാഥ നടക്കാവിൽ കയറി പടിഞ്ഞാട്ട് തിരിച്ചു. പ്രദക്ഷിണമായി വടക്കേ നടക്കാവിൽ കൂടെ കിഴക്കേ നടക്കാവിൽ ആസ്പത്രിക്ക് സമീപം എത്തി. വഴിക്കുള്ള മുഹമ്മദീയരുടെ പുരകളും കച്ചവട സ്ഥലങ്ങളും ഷാപ്പുകളും തട്ടി തകർത്തുകൊണ്ടാണ് ഘോഷയാത്ര പോയിരുന്നത്. ഇതിനെ തടസ്സപ്പെടുത്താൻ പോലീസിന് സാധിച്ചില്ല. ഘോഷയാത്ര 3 മണിക്ക് തുടങ്ങി 5:30 മണിക്കാണ് ആസ്പത്രിക്ക് സമീപം എത്തിച്ചേർന്നത്. അവിടെ വെച്ചൊരു പൊതുയോഗം ചേർന്നു. വക്കീൽ മിസ്റ്റർ ഇയുണ്ണി MA BL രാജഭക്തിയെപ്പറ്റി ഒരു പ്രസംഗം ചെയ്തു. കരാറുകാർ, കച്ചവടക്കാർ തുടങ്ങിയ പൗരപ്രമാണികൾ അതിൽ പങ്കെടുത്തു. അപ്പോഴേക്കും കിഴക്ക് ഭാഗം ക്രിസ്ത്യാനികളും പടിഞ്ഞാറ് വശത്ത് ഹിന്ദുക്കളും മുഹമ്മദീയരും ചേരി ചേർന്ന് കഴിഞ്ഞു. മുണ്ടൻ വടികളും കത്തികളും എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. ഹിന്ദു നേതാക്കന്മാർ ഹിന്ദുക്കളുടെ രക്ഷ നോക്കി തുടങ്ങി. ഡോക്ടർ AR മേനോൻ ആയിരുന്നു അതിന്റെ നേതാവ്. അന്ന് രാത്രി 600ഓളം പേർ ചേർന്ന് ഹിന്ദുക്കളുടെ ഭവനങ്ങൾ കാത്തുനിന്നു. ക്രിസ്ത്യാനികൾ അവരുടെ ഭാഗവും കാത്തുനിന്നിരുന്നു. പിറ്റേ ദിവസം എല്ലാവരും തേക്കിൻകാട് പറമ്പിൽ തന്നെ ഇരുന്നു. സ്കൂളുകളെല്ലാം പൂട്ടി. കച്ചവട സ്ഥലങ്ങൾ തുറന്നില്ല. ദിവാൻ സ്ഥലത്ത് എത്തിച്ചേർന്നു. തത്സമയം പോലീസുകാർ ഉണ്ടയില്ലാത്ത വെടിയൊഴിച്ചു. ഈ സന്ദർഭത്തിൽ അവിടെ ചേരി ചേർന്നവർ അന്യോന്യം കല്ലേറ് തുടങ്ങി. ദിവാൻജിയും എഞ്ചിനീയർ മിസ്റ്റർ ബ്രൗണിംഗ് സാഹിബും ഈ ലഹളയുടെ ഇടയിൽ കൂടി നടന്നിരുന്നു. ദിവാൻ ജനങ്ങളെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു തുടങ്ങി. അതുവരെ നടന്ന സംഭവങ്ങളെ, സ്ത്രീകളെ അപമാനിച്ചതിനെ കുറിച്ച് ഡോക്ടർ AR മേനോൻ ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾ എന്നെ അപമാനിക്കുകയാണെന്ന് ദിവാൻജി തന്നെത്താൻ പറഞ്ഞു. ജനങ്ങളോട് സമാധാന വാക്കുകൾ പറഞ്ഞ് ദിവാൻജി അങ്ങോട്ടും ഇങ്ങോട്ടും കാറിൽ കയറി സഞ്ചരിച്ചു. കുറച്ച് സമയത്ത് ജനങ്ങൾ തൽക്കാലം പിരിഞ്ഞുപോയി. 18, അതായത് ഫെബ്രുവരി 28-ന് ചൊവ്വാഴ്ച വലിയ ആക്രമണം. പടിഞ്ഞാറേ ചേരിയിൽ കാവലുണ്ടായിരുന്നില്ല. ഈ സന്ദർഭത്തിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ നേർക്ക് വലിയ ആക്രമണം നടത്തി. പോലീസ് സൂപ്രണ്ട് ചാക്കോ ഈ ലഹള സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. ലഹളക്കാർ വടിയും കത്തിയും എടുത്ത് പുരകളും മറ്റ് ഷാപ്പ് സാമാനങ്ങളും എറിഞ്ഞും തല്ലിയും ഉടച്ചും ആർപ്പ് വിളിച്ചുകൊണ്ടാണ് വന്നത്. നിസ്സഹകരണക്കാർ അവരുടെ നേർക്ക് കല്ലെറിഞ്ഞുവെന്ന് പറയപ്പെടുന്നു. ബ്രാക്കറ്റിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലീസ് നടപടികൾ എടുത്ത സമയത്തെല്ലാം ഇത്തരത്തിലൊരു കുറ്റം പ്രക്ഷോഭക്കാരുടെ തലയ്ക്ക് ചുമത്തപ്പെട്ടിരുന്നു. ചില്ല്, കുപ്പിക്കഷ്ണം, ഇരുമ്പാണി മുതലായവ നിറച്ചുള്ള ഏറുപടക്കം എറിഞ്ഞു മുഴക്കിയിരുന്നു. ചില്ലുവാതിലുകൾ, റിക്ഷാവണ്ടികൾ, ഷാപ്പ് സാമാനങ്ങൾ, ബാങ്ക് റിക്കാർഡുകൾ, പുരകൾ എന്നിവ തകർത്തു. പടിഞ്ഞാറേ നടക്കാവിലുള്ള ക്രിസ്ത്യാനികളുടെ ഷാപ്പുകൾ ഒഴികെ ബാക്കി മിക്കവാറും തല്ലി തകർത്തു. 1,00,000 ഉറുപ്പികയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ടെന്ന് യോഗക്ഷേമ സഭ പുസ്തകം 11 ലക്കം 23 കാണുന്നു. ഈ അക്രമങ്ങളെല്ലാം ചെയ്തത് ലോയൽറ്റിക്കാരാണ്. ലോയൽറ്റി എന്നുള്ളത് സിംഗിൾ ഇൻവെർട്ടർ കോമയിൽ. അതുകൊണ്ട് പോലീസിന് അവരെ തടസ്സപ്പെടുത്താൻ സാധിച്ചില്ല. 16-ന് ഞായറാഴ്ച ലോയൽറ്റി പ്രൊസഷൻ ഏർപ്പെടുത്തിയത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ്. നിസ്സഹകരണക്കാരെ നിരുത്സാഹപ്പെടുത്തുകയും സഹകരണക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും വേണമെന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ സർക്കുലർ നാട്ടുരാജ്യങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അയച്ചിരുന്നു. അവരുടെ ആൾക്കാരുടെ തെമ്മാടിത്തം നിർത്തുവാൻ അവർക്ക് സാധിച്ചില്ല. ഈ ആക്രമണത്തെ ചെറുക്കുവാൻ മലബാറിൽ നിന്ന് ജോനകരെ ബ്രാക്കറ്റിൽ മാപ്പിളമാരെ വരുത്തുവാൻ ഹിന്ദു നേതാക്കന്മാർ തീർച്ചപ്പെടുത്തി. അവരെ മലബാറിൽ നിന്ന് കമ്പിയടിച്ചു വരുത്തി. 19-ാം തീയതി ബുധനാഴ്ച പട്ടണവാസികൾ ഒഴിഞ്ഞു തുടങ്ങി. തെക്കോട്ടും വടക്കോട്ടും വണ്ടിക്ക് 1500ഓളം സ്ത്രീകളും കുട്ടികളും ഒഴിഞ്ഞുപോയി. ഭക്ഷണക്ഷാമവും സാധന ദുർഭിക്ഷയും വർദ്ധിച്ചു. ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞു. 19-ാം തീയതി ബുധനാഴ്ച കാലത്ത് മുതൽ വടക്കു നിന്ന് വരുന്ന എല്ലാ വണ്ടികളിലും മുഹമ്മദിയർ 100 കണക്കിന് വന്നിറങ്ങി തുടങ്ങി.
അവർക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിന് സമീപമുള്ള സത്രത്തിൽ താമസത്തിന് ഏർപ്പാടുകൾ ചെയ്തിരുന്നു. തൃശൂർ സ്റ്റേഷനിലാണ് അവർ വന്നിറങ്ങിയത്. അന്ന് പോകുന്ന സ്റ്റേഷനില്ല. ഉച്ചവണ്ടിക്ക് ആയിരക്കണക്കിന് വടക്ക് നിന്ന് മുഹമ്മദിയർ വന്നിറങ്ങി. അവരെ സ്വീകരിക്കാൻ 1000-ലധികം ആളുകൾ സ്റ്റേഷനിലുണ്ടായിരുന്നു. മുഹമ്മദിയരുടെ വരവിന്റെ വർത്തമാനം അറിഞ്ഞ് പ്രസിഡന്റും ദിവാൻജിയും സ്ഥലത്തെത്തി. ഉച്ചവണ്ടിക്ക് 50ഓളം ബ്രിട്ടീഷ് റിസർവ് പോലീസും സ്ഥലത്തെത്തിച്ചേർന്നു. ഉച്ചവണ്ടിക്ക് ഇറങ്ങിയ 1800ഓളം മുഹമ്മദിയർ ഉച്ചത്തിൽ പാട്ടുപാടി തക്ബീർ മുഴക്കിക്കൊണ്ട് കൊക്കാല നിന്നും തിരുവമ്പാടി സത്രത്തിലേക്ക് പടിഞ്ഞാറൻ നടക്കാവിൽ കൂടി ഒരു ഘോഷയാത്ര പോയി. അതിന്റെ മുഴക്കം കൊണ്ട് തൃശൂർ പട്ടണം കുലുങ്ങിപ്പോയി. വൈകുന്നേരത്തെ വണ്ടിക്കും രാത്രി വണ്ടിക്കും പിന്നെയും അനേകം മുഹമ്മദിയർ എത്തിച്ചേർന്നു. സത്രത്തിൽ അനേകായിരം മുഹമ്മദിയർ നിറഞ്ഞു. അവർ തൃശൂർ പട്ടണം തകർക്കുവാനുള്ള യജമാനന്മാരുടെ കൽപ്പന കിട്ടുവാൻ അക്ഷമരായി നിന്നു. ലങ്കാമർദ്ദനത്തിന് ഒരുമ്പെട്ട് വന്നവരാണ് അവർ. ചാകുവാൻ ഒരുങ്ങിയവർക്ക് ഊണും ഉറക്കം എന്നീതികളിൽ ശ്രദ്ധയുണ്ടാകുമോ എന്ന് യോഗക്ഷേമത്തിൽ പുസ്തകം 11 ലക്കം 23 അനുമാനം കാണുന്നു. ഡോക്ടർ AR മേനോനും മാറായി കൃഷ്ണമേനോനുമായിരുന്നു അവരുടെ നായകന്മാർ. അവർ മുഹമ്മദീയരെ ഒതുക്കി നിർത്തിയിരുന്നു. അവിടെ കൂടിയവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് 50ഉം 60ഉം പറ അരി ചെലവായിരുന്നു. ഇവരെയെല്ലാം കമ്പി അടിച്ചു വരുത്തിയതാണ്. കമ്പി ഓഫീസിൽ നിന്നതിന്റെ വിവരങ്ങളെല്ലാം റെസിഡന്റും ദിവാൻജിയും ശേഖരിച്ചു. ഒടുവിൽ അന്ന് രാത്രി ഇരുഭാഗക്കാരും റെസിഡന്റും ദിവാൻജിയും മറ്റൊരു സൗഹാർദ്ദ സമ്മേളനം നടത്തി. ഇരുഭാഗക്കാരും ലഹളയിൽ നിന്ന് പിൻവലിയാൻ തീർച്ചപ്പെടുത്തി. വ്യാഴാഴ്ച കാലത്ത് മുഹമ്മദീയരെ സമാധാനിപ്പിച്ച് സന്തോഷത്തോടെ മടക്കി അയക്കാൻ തീർച്ചപ്പെടുത്തി. അവരെ മടക്കി അയക്കാൻ ടിക്കറ്റിന് 480 രൂപ കൂപ്പിക ചെലവായതായിട്ട് യോഗക്ഷേമത്തിൽ പുസ്തകം 11 ലക്കം 23 കണക്ക് കാണുന്നത്. അവർ ഇങ്ങോട്ട് വന്നത് മിക്കവാറും ടിക്കറ്റ് ഇല്ലാതെയാണ്. റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ മിക്കവാറും ഹിന്ദുക്കളാണ്. ഇവർ കൊത്താശയുമാണ്. മുഹമ്മദിയർ മടങ്ങിപ്പോകുന്ന സമയം തൃശ്ശൂരിൽ ഒരു ജൈത്രയാത്ര നടത്തി. അതിനെക്കുറിച്ച് യോഗക്ഷേമത്തിൽ ഇങ്ങനെ കാണുന്നു. പുസ്തകം 11 ലക്കം 23. അതിനുശേഷം റിസർവ് പോലീസിന്റെ അകമ്പടിയോട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വൈദ്യനാഥ് അയ്യർ, 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഗോവിന്ദൻ നായർ, ഹിന്ദു മുഹമ്മദീയ സൈന്യ നേതാക്കൾ 10-15 മറ്റുള്ള പ്രമാണികൾ എന്നിവരുടെ സാന്നിധ്യത്തോടുകൂടി തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ സമീപത്ത് നിന്ന് തെക്കോട്ട് വന്ന് പടിഞ്ഞാറൻ നടക്കാവിൽ കൂടി ഹിന്ദു മുഹമ്മദീയ സൈന്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആനയിക്കപ്പെട്ടു. പടിഞ്ഞാറൻ നടക്കാവിൽ തെക്കേ അറ്റം വന്നപ്പോൾ റിസർവ് പോലീസ് കിഴക്കോട്ട് ക്രിസ്തീയ സൈന്യത്തെ പിരിച്ചുവിടാൻ പോയി. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയവരെ വരിവരിയായി നിർത്തി ടിക്കറ്റ് നൽകി. 480 ഉറുപ്പികയോളം ടിക്കറ്റിന് വേണ്ടി വന്നു. മലപ്പുറം പൂക്കോട്ടുകാരാണ് ഇതിൽ മുന്നിൽ നിന്നത്. പട്ടാമ്പിയിൽ നിന്നും ഈ ലഹളയ്ക്ക് പോയവർ ഇന്നും പട്ടാമ്പിയിലുണ്ട്. അവർ പറഞ്ഞ വർത്തമാനമാണിത്. ഇതൊരു സാമുദായിക ലഹളയായിട്ടാണ് എല്ലാവരും കണക്കിലെടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിലും കാര്യം കിടക്കുന്നത് തികച്ചും രാഷ്ട്രീയം തന്നെ. ഇത് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യമല്ല. ഈ തൃശ്ശൂരിനെ പറ്റി പറഞ്ഞു വന്ന ഒരു കാലത്ത്, അപ്പൊ നേരത്തെ സാറ് ചരിത്രം തിരുത്തി എഴുതുന്നതിനെ പറ്റി ഞാൻ പുറത്തു വന്നപ്പോൾ കേട്ടതാണ്. ഈ ചരിത്രം എങ്ങും കാണുന്നില്ല. എന്തുകൊണ്ടാണത്? Sometimes history is conspicuous by its absence. അപ്പൊ ഞാനല്ല, മോഴിക്കുന്നത്ത് ബ്രഹ്മരത്തൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ ഖിലാഫത്ത് സ്മരണകൾ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ഈ തൃശ്ശൂരുകളെ പറ്റി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാമായിരുന്നു എന്ന് അറിയില്ല. സൈമൺ ചേട്ടൻ അറിയാമായിരുന്നു? ജോസ് ചേട്ടൻ അറിയാമായിരുന്നു? ഇല്ല. സതീഷ് സാറിന് അറിയാമായിരുന്നു? ഇല്ല. രാഘവൻ സാറിന് അറിയാമായിരിക്കും. അച്യുതൻ സാറിന് അറിയാമായിരുന്നു. ഖിലാഫത്ത് സമരം ഓക്കെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം അല്ല, ഇതിനെപ്പറ്റി ഈ MP സുരേന്ദ്രൻ സാറ് പറഞ്ഞ ആ ഒരു രീതിയിൽ നിന്നാണ്. അപ്പൊ തൃശ്ശൂരിന്റെ മതമൈത്രിയെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് പത്ര പ്രവർത്തനത്തെ പറ്റി. അന്ന് ഞങ്ങളുടെ സിലബസിൽ ഇത് ഉള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത അറിയുമ്പോൾ നമ്മൾ 5 W സാർ: വെൻ, വെയർ, വൈ, ഹൗ, പിന്നീട് വാച്ച്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ചില മിസ്സിങ് അതിനകത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ചാക്കോളയ്ക്ക് കൃഷ്ണയ്യരുടെ കടയിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങൾ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്? അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആരാണത് ചെയ്തത് എന്നുള്ളത്, അല്ലെ? ആ ചോദ്യത്തിൽ തന്നെ അല്ല, അദ്ദേഹത്തിന് ആരാ ചെയ്തതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവരുടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തത്. എങ്ങനെ? അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. അതാ സൈമൺ ചേട്ടൻ ഇരിപ്പുണ്ട് അവിടെ. ആ മുഴുവൻ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചു, കുറച്ചല്ലാതെ വാങ്ങിച്ചു, തിരിച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പലതും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ തൃശ്ശൂരിന്റെ ചരിത്രം എഴുതിയ ഈ പുസ്തകത്തിൽ ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നില്ല. എന്നാൽ രാജഗോപാൽ ആചാര്യക്ക് ഏറുകൊണ്ട കാര്യം അതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ ചരിത്രരചനയുടെ ഒരു പ്രശ്നം അത് തന്നെയാണ്. ഇപ്പൊ ചേച്ചി അത് എഴുതി കഴിഞ്ഞാൽ സെന്റ് മേരീസ് കോളേജിലും വിളിക്കാൻ പോകുന്നില്ല,
ലക്ഷ്യത്തിൽ അതില്ല. ഓ ശരി, ഓക്കെ ഓക്കെ, ബി കെയർഫുൾ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഈ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വ്യാഖ്യാനമല്ലല്ലോ. ഇത് അത് പങ്കെടുത്ത ഒരാള് നേരിട്ടുള്ള രീതിയിലേക്ക് വരുന്ന, അതുകൊണ്ടാണ് ഞാനത് ഈ വ്യാഖ്യാനിക്കുമ്പോഴാണല്ലോ രാവണന്റെ കാര്യം പറഞ്ഞ ഇറ്റ് ഇസ് എ വ്യാഖ്യാനം, ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, ശരി ശരി ശരി. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോഴും ഈ കഥകളുടെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ചരിത്രത്തിലെ ഈ കഥകളും ചരിത്രത്തിലെ ഈ പല കാര്യങ്ങളെ പറ്റി കഥകൾ മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ക്രിസ്ത്യൻ വരവോ അതിനെപ്പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ സെന്റ് തോമസ് വന്ന് മതം മാറ്റി എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് തൽക്കാലം അതിനെപ്പറ്റി പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സെന്റ് തോമസ് എന്നുള്ള കേരളത്തിൽ വന്നിട്ടുണ്ടോ? അത് ഏത് സെന്റ് തോമസ് ആണ് വന്നിട്ടുള്ളത്? ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്പൂതിരിമാരുണ്ടായിരുന്നു. ഇനി കേരളത്തിലെ സർവ്വപ്രതാപിയായിട്ട് വാഴുന്ന നമ്പൂതിരിമാർക്ക് പുതിയ മതത്തിലേക്ക് പോകാൻ ആ രീതിയിൽ വെച്ച് ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം എല്ലാ ആർഭാടങ്ങളോടും കൂടി എല്ലാ അധികാരങ്ങളോടും കൂടി സർവൈശ്വര്യത്തോടും കൂടി വാഴുന്ന ഒരാൾക്ക് ഇതിനൊരു പുതിയ രീതിയിലേക്ക് വരുന്നു. പിന്നെ അദ്ദേഹം മന്ത്രവാദം കാണിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇല്ലാത്ത മന്ത്രവാദം എന്താണല്ലോ. കടമറ്റത്ത് കത്തനാരുടെ കഥയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കടമറ്റത്ത് കത്തനാരെ മന്ത്രവാദം പഠിപ്പിച്ചത് മലയരയനാണ്. മലയാളം അത്ര അറിയാമെങ്കിൽ ഇതിനെ അറിയാവുന്ന ആൾക്കാർക്ക് എന്ത് രീതിയിലേക്ക് അല്ല പോട്ടെ, ഇതെല്ലാം വ്യാഖ്യാനങ്ങളുടെ പ്രശ്നമാണ്. ആളെ കൊണ്ട് ഇന്റർപ്രിട്ടേഷൻ ആണ് വേണ്ടത്. സൂസൻ സൊണ്ടാഗിന്റെ അല്ലെ ലേഖനത്തെ നമ്മളിപ്പോൾ ഒന്നുകൂടെ ഓർക്കുന്നു. അഗൻസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ആ എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ചരിത്രത്തിന്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. ആധികാരികമായിട്ടുള്ള ഒരു കാര്യം എവിടെയാണ്, നിങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു രീതിയിലേക്ക് എനിക്കതിനുള്ള വാചകം ഉണ്ടെങ്കിൽ, അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് എഴുതാം ആധികാരികമാണ്. ഇത് മൊഴികുന്നത്തിന്റെ ഒരു ചരിത്രരേഖ ആധികാരികമാകുന്നത് അദ്ദേഹം ആ സമയത്ത് ജീവിച്ചിരുന്നു. അദ്ദേഹം ആൾക്കാരെ കണ്ടെഴുതി കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ്. ഇതേ മുഹമ്മദീയരാണ് പിന്നീട് മലബാർ കലാപം ഇത് കഴിഞ്ഞ് അവിടെ വരുന്നത് ലഹള. അപ്പൊ ഈ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വളരെ പെട്ടെന്നല്ലെങ്കിൽ ആ ഒരു രണ്ട് ചെരിയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഗ്രേ ഷെയ്ഡുകൾ ധാരാളമുണ്ട് ചരിത്രത്തിൽ. അതങ്ങനെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാനങ്ങൾ പിന്നെയും വരും, സ്വാഭാവികമാണതല്ല. അപ്പൊ നമ്മൾ എത്ര ചർച്ച ചെയ്തിട്ടും ഒരു പ്രശ്നം വരുന്നതാണ് പാർക്കുട്ടി നിത്യാരാമയുടെ കാര്യങ്ങൾ. നീ എത്ര ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അല്ല അധികം സമയമായിട്ടില്ല ഇത്. അല്ല എന്റെ വിഷയം അത് തന്നെയാണ്, ചരിത്രമാണ്. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അതായത് വളരെ അടുത്ത സമയം അല്ലെ, അങ്ങനെ അത്രയും വളരെ അടുത്ത സമയത്തുള്ള ഒരു കാര്യത്തെ പറ്റി പോലും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ 5000 വർഷം മുമ്പുള്ള ഒരു കാര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അത് നിർബന്ധിച്ച് അങ്ങനെ തന്നെ ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ്, അടുത്ത ഞാൻ അത് ആദ്യം പറയാം. അധികാരം, രാഷ്ട്രീയം, മതം, ഇത് മൂന്നുമാണ് അത് നിർണയിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വളരെ പെട്ടെന്ന് നിർത്താം. ചരിത്രം വളരെ രസകരമായി പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സീതാറാം സാറിനോട് ചോദിച്ചു, അദ്ദേഹം ഗൗഡ സാരസ്വത ബ്രാഹ്മണാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. ഇവര് തഞ്ചാവൂർ ബ്രാഹ്മൺസ് ആണ്. ഇവിടെ ഗൗഡ സാരസ്വത ബ്രാഹ്മൺസ് ഉണ്ട് തൃശ്ശൂരിലാണ്. ഇവിടെ പത്താൻ സ്വാമി, പിന്നെ രാധാകൃഷ്ണ കഫേ, പിന്നെ ചുറ്റുമുള്ള ആൾക്കാർ. ഇവരെങ്ങനെയാണ് കേരളത്തിൽ വന്നത്? എങ്ങനെയാണ് ഈ പറയുന്ന സാരസ്വത ബ്രാഹ്മണന്മാര് കേരളത്തിൽ വന്നത്, തൃശ്ശൂരിൽ വന്നത് എന്നുള്ളത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കിയോടെ തുടങ്ങേണ്ടി വരും അതിന്റെ ചരിത്രം. അവിടെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കിയതിനെ തുടർന്ന് കരയിലൂടെയുള്ള വ്യാപാര മേഖല, ഇപ്പോഴത്തെ ഹോർമോസ് കടലിലേക്ക് ഒരു പ്രശ്നം പോലെ അന്ന് അത് നിന്നു. അപ്പോൾ പിന്നെ മറ്റു മേഖല അവർക്ക് കണ്ടെത്തേണ്ടി വന്നു. പറയുന്ന യൂറോപ്പിന് അന്ന് കാലത്ത് ഈ പറഞ്ഞതുപോലെ ഒരു കാര്യമില്ല, ഇവിടെ ഉള്ളത് തന്നെ. അവിടുത്തെ അക്കാലത്തെ ജീവിതം ഈ ബ്രിട്ടാസ് അല്ലെങ്കിൽ ബ്രിട്ടാനിക്ക എന്ന പേരെങ്ങനെയാണ് ബ്രിട്ടന് വന്നത് എന്നുള്ളത് ജൂലിയസ് സീസറാണ് ആ പേരിട്ടത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കാണുന്ന ഈ മുഖംമൂടി വെച്ച് ആക്രമിക്കാൻ വരുന്ന ആൾക്കാരെയാണ്. അങ്ങനെയാണ് മുഖംമൂടി എന്നാണ് അവർ പേരിട്ടത്, അങ്ങനെയാണ് വരുന്നത്.
പിന്നീട് നെപ്പോളിയൻ ബ്രിട്ടനെ പറഞ്ഞില്ലേ നേഷൻ ഓഫ് ഷോപ്പ് കീപ്പേഴ്സ് എന്നുള്ളതിനെ പറ്റി. അത്രേ ഉള്ളൂ അവിടെ. അപ്പൊ അവിടുന്ന് അവര് പിന്നീട് വാസ്കോഡ ഗാമ കിഴക്കോട്ട് വന്ന് യാത്ര തിരിച്ചു വന്നു, കാപ്പാടെത്തി. വാസ്കോഡ ഗാമ അങ്ങനെ വന്നു. വാസ്കോഡ ഗാമയ്ക്ക് ഗൈഡൻസ് ആയിട്ട് മുഹമ്മദ് മജീദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഹി വാസ് പൈലറ്റഡ് ബൈ മുഹമ്മദ് മജീദ്, ഗുജറാത്തുകാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഇത് നമ്മുടെ നമ്മൾ പഠിച്ച ചരിത്ര ഗ്രന്ഥത്തിലാകുന്നില്ല. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ വരുന്നത്. അങ്ങനെ കാപ്പാടിറങ്ങി. ഏറ്റവും ദുഷ്ടനായ, ഏറ്റവും ക്രൂരനായ, അക്രമിയായ ഒരു മനുഷ്യനായിരുന്നു വാസ്കോഡ ഗാമ എന്ന് പറയുന്നത്. ഈ ക്രൂരതയുടെ ആൾരൂപം എന്ന് പറയാവുന്ന അത്രയും വലിയ എത്രയോ കപ്പലുകളെയൊക്കെ അങ്ങനെ നടുക്കടലിൽ മുക്കിയിട്ടുണ്ട് നമ്മുടെ കേരളമാണ്. പോർച്ചുഗീസുകാർ വരുന്നു, വാസ്കോഡ ഗാമ വരുന്നു. പിന്നീട് നമുക്കറിയാവുന്നതുപോലെ കബ്രാള്, അൽബുക്കർക്ക് അവരൊക്കെ വന്ന് ഇവിടെ സാമൂതിരിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കൊച്ചി രാജാവായിട്ടുള്ള, ഞാൻ വിശദം പോകുന്നില്ല, ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പിന്നീട് ഇവരുടെ ആസ്ഥാനം ഇവര് ഗോവയിലേക്ക് മാറ്റുകയാണ്. അന്ന് ഗോവയല്ല, അതിന്റെ പഴയ പേര് ഗോമന്തകം എന്നാണ് രാജ്യത്തിന്റെ പേര്. കദംബ രാജവംശമൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു അത് എല്ലാ അർത്ഥത്തിലും. 1599 നമ്മുടെ ഈ ഉദയംപേരൂർ സുന്നഹദോസ് അല്ലേ 1599. അപ്പൊ ആ ഉദയംപേരൂർ സുന്നഹദോസില് ഈ മലങ്കര ക്രിസ്ത്യാനികൾ യൂറോപ്യൻ മാർഗം സ്വീകരിക്കണമെന്നും പറഞ്ഞുള്ള ആ ഒരു വലിയ പ്രശ്നം, അതിനെ തുടർന്ന് ഇങ്ങോട്ട് പോകും. അങ്ങനെ അതുവരെയുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും കുടുംബയും എല്ലാം ആകെപ്പാടെ ഒരു ബന്ധിക്കാൻ ഉണ്ടാകും എന്നുള്ളതല്ല, ബാക്കി എല്ലാ ആചാരങ്ങളും വടക്കോളത്തിലെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അതേ രീതി തന്നെയാണ്. അതാണ് ഈ ചരിത്രത്തെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നത്. പിന്നീട് ഗോവയിലേക്ക് പോകുമ്പോഴാണ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് കാര്യം. ചരിത്രത്തിൽ അതിനെപ്പറ്റി കേട്ടിട്ടുള്ള ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഇൻക്വിസിഷൻ, മതദ്രോഹ വിചാരണ കോടതികൾ എന്നാണ് എൻ്റെ അർത്ഥം. ജോൻ ഓഫ് ആർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. കെപ്ലർ, എത്ര ആൾക്കാരുണ്ട് എന്നത്. അതായത് ക്രിസ്തീയ സഭയുടെ ഒരു അധികാരമുണ്ട്. 1494 സ്പെയിനിലെ ഫെർഡിനൻഡ് രണ്ടാമൻ രാജാവ് ഒരു ഉത്തരവായി. ഭൂമധ്യരേഖയുടെ 360 ഡിഗ്രി അതിന്റെ തോന്നും. അതിലെ കിഴക്ക് പ്രദേശങ്ങൾ മുഴുവനും പോർച്ചുഗീസിനും, പടിഞ്ഞാറ് പ്രദേശങ്ങൾ മുഴുവനും സ്പെയിനും. അതായത് പുള്ളിക്ക് സ്ത്രീധനം കിട്ടിയ വകയുടെ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് രണ്ടും നിങ്ങളെ പൊക്കോളൂ, കീഴടക്കിക്കോളൂ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ കൂടുതൽ പോർച്ചുഗീസ് ഭാഷയൊക്കെ, നമ്മുടെ ശൂശ്വസരമാകുമൊക്കെ എഴുതുന്നത് ആ ഭാഷയിലാണുള്ളത്. പോർച്ചുഗീസ് അങ്ങനെയാണ് അവിടെ വരുന്നത് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്. ചരിത്രം പിന്നീടുകൊണ്ട് വളരെ ചുരുക്കി പറയുകയാണ്. ഈ പറയുന്ന പോർച്ചുഗീസുകാർ അവിടെ വന്നിട്ടാണ് ഈ പറയുന്ന ഇൻക്വിസിഷൻ തുടങ്ങുന്നത്. ഈ മതദ്രോഹ കോടതി വിചാരണകൾ അത് വളരെ ക്രൂരമായിട്ടുള്ള ഒന്നാണ്. അവിടെയുള്ള ആൾക്കാരെ അവരുടേതായിട്ടുള്ള രീതിയിൽ മതം മാറ്റം, ഇതിനാണ് അവർ വരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ ഈ പറഞ്ഞ കൺവേർഷനിൽ അത്രയധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഈ സ്പാനിഷ് അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ വളരെയധികം ഈ മതപരിവർത്തനത്തിന് അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ മതപരിവർത്തനം വളരെ മോശമായ രീതിയിൽ തന്നെ ആ ഹിന്ദുക്കൾക്ക്, പ്രത്യേകിച്ച് ബ്രാഹ്മിൺസിന് അവരുടെ പൂജകൾ ചെയ്യാൻ പറ്റില്ല. ഡൽഹൌസിയുടെ ഡോക്ടർ ഓഫ് ലാംസ് പോലെ ഈ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ക്രിസ്തുമതത്തിലേക്കാണ് മാറ്റേണ്ടത്. അത് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ സ്വത്തവകാശം സ്വാഭാവികമായിട്ടും അങ്ങനെ മാറും. ഹിന്ദുക്കൾക്ക് അവരുടെ വീട്ടിൽ പൂജ ചെയ്യാൻ പറ്റത്തില്ല. കല്യാണങ്ങൾക്ക് ഈ ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് പൂജ ചെയ്യാൻ പറ്റത്തില്ല. നിർബന്ധപൂർവ്വം അവരെ മതം മാറ്റാനായിട്ട് ശ്രമിച്ചു. ഇനി അങ്ങനെയല്ല, അത് ആ ഒരു കാലഘട്ടത്തിലേക്ക് അധികാരം അത്രയും വരുന്നത് ക്ഷേത്രങ്ങൾ മുഴുവൻ ഏതാണ്ട് 1690 ഗോവയിലെ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശത്തെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും തകർക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ അവിടുന്ന് ഗോവയിൽ നിന്ന് അവിടുന്ന് റിപ്പോർട്ടുകൾ സ്പെയിനിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് അവർ അതിനകത്ത് ആ ഒരു കാര്യം പറയുന്നുണ്ട്. ക്ഷേത്രങ്ങൾ മുഴുവനും മുസ്ലിങ്ങളെ ക്ഷേത്രം തകർക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് തകർക്കുകയല്ല, അതൊരു 60%-70% തകർത്ത് അവിടെ നിർത്തിയിട്ട് ആ ഒരു ഇതുണ്ടാവും. ഇതങ്ങനെയല്ല, വളരെ പൂർണ്ണമായിട്ട് അതിനെല്ലാം തകർത്തു. അവിടെ നിന്നാണ് ഈ ബ്രാഹ്മിൺസ് ഒരു ഘട്ടത്തിൽ ജീവിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവരവിടുന്ന് തെക്കോട്ടേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ച് കർണാടകത്തിൽ വന്നു. അവിടുന്ന് കുറച്ച് വന്ന ആൾക്കാരാണ് ഈ ഗൗഡ സാരസ്വത ബ്രാഹ്മിൺസ്, GSB എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അവിടെ വന്നപ്പോൾ ശക്തൻ തമ്പുരാൻ അവരോട് വളരെ ക്രൂരമായിട്ട് പെരുമാറിയെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതേ കുറച്ച് 2 പേര് കഴിയുമ്പോൾ ശക്തൻ തമ്പുരാൻ പറവട്ടാനിയിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഹൃദയവിശാലതയാണ്, വൈരുദ്ധ്യങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത്. അവരോടും
ലാറ്റിൻ കത്തോലിക്കുകളോട് വളരെ കർശനമായിട്ട് ക്രൂരമായിട്ട് പെരുമാറിയിട്ടുള്ള ശക്തൻ തമ്പുരാൻ സുറിയാനി ക്രിസ്ത്യാനികളോട് ബാക്കിയുള്ളവരോട് വളരെയധികം അനുകൂലമായ നിലപാടുകളാണ് എടുത്തത് എന്നുള്ള കാര്യമാണ്. ഇപ്പൊ രാജാവിനും പ്രശ്നം ഈ മതം, അധികാരം, എല്ലാ കാര്യങ്ങളും തന്നെയാണ്. അപ്പൊ അതൊക്കെ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിവാദകരം, നമ്മളെന്ത് പറഞ്ഞാലും സംവാദത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിവാദം എന്നുള്ളത്. സംവാദമാണ് വേണ്ടുന്നത്. അങ്ങനെയാണ് എന്നൊരു കാര്യം പറയാം, അല്ല അങ്ങനെയല്ല, അല്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു തെളിവുണ്ടല്ലോ, രേഖണം, ഇതിനൊക്കെ നീക്കാം. ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ചർച്ചകളുടെ അങ്ങേയറ്റമാണ്. ദി ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അമർത്യ സെന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. നമ്മളങ്ങ് ചർച്ച ചെയ്യുകയാണ്. പിന്നെ ബുദ്ധിസത്തിന്റെ ചില കാര്യങ്ങളെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിപ്പ് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ പഠിച്ചു വെച്ച ഒരു കഥ എന്ന് പറയുമ്പോൾ തന്നെ ബുദ്ധമതം ഇവിടുന്ന് പോകാനായിട്ട് കാര്യം ശങ്കരാചാര്യർ എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യനാണ്. പുള്ളി തന്നെ എല്ലാവരെയും തർക്കത്തിൽ തോൽപ്പിച്ചാണ്. ശങ്കരാചാര്യ 32 വർഷം മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ്. ബുദ്ധമതത്തിന്റെ പരാജയ കാരണങ്ങളെ കൊണ്ടുവന്നത് നൂറ്റാണ്ടുകൾ നീളുന്ന ഒരു വലിയ പ്രക്രിയയായിരുന്നു അത്. അവരുടെ പേട്രണേജ് ഉണ്ടായിരുന്ന രാജാക്കന്മാരെല്ലാം പോകുന്നുണ്ട്, ഇഷ്ടം പോലെ സമ്പത്ത് വന്ന് കൂടുന്നുണ്ട്. സ്ത്രീകളെയും അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദന്റെ നിർദ്ദേശപ്രകാരം സ്ത്രീകളെയും അവിടെ ചേർക്കുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ അവരാ വിഹാരത്തിൽ മാത്രം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുറമെയുള്ള കാര്യങ്ങളിലേക്കൊന്നുമില്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് ആക്രമണം. പിന്നീട് ഒരിടത്തും ഈ പറയുന്ന ഒരു മുസ്ലിം ആക്രമണത്തിന്റെ കാര്യം ഈ ബുദ്ധിസത്തിന്റെ തകർച്ചയെ പറ്റി വളരെ വലുതായിട്ട് പറയുന്നില്ല. അവിടെ അറബികളുടെ ആക്രമണം കൂടുതലായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സിന്ധു നദീതട ബെൽറ്റിൽ ഒരുപാട് ആക്രമണം വരുന്നുണ്ട്. ഏറ്റവും ഉദാഹരണം നമുക്കറിയാവുന്നത് മാത്രമല്ല, ഹൂണന്മാരുടെ ആക്രമണം വരുന്നുണ്ട്. അവരും ഈ ബുദ്ധന്മാരെ ഒരുപാട് ആക്രമിച്ച് പരാജയപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെയാണ് നേപ്പാളിലേക്ക് പോകുന്നത്. പിന്നെ തക്ഷശിലയുടെ കാര്യം അറിയാമല്ലോ, നളന്ദയുടെ തക്ഷശിലയുടെ കാര്യം, ഭക്തിയാർക്കിൽ ജേക്ക വന്ന് ആക്രമിച്ച് തകർത്ത് പോകുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ ബഹുമനി സുൽത്താൻമാരുടെ ആക്രമണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ രീതിയിലാണ്. പക്ഷെ ഇതിനൊക്കെ മറിച്ചുകൊണ്ട് ഹിന്ദുമതം കാരണമാണ് ബുദ്ധമതം വരെ. ബുദ്ധമതത്തില് ഈ മഹായാന സമ്പ്രദായമൊക്കെ പിന്നീട് ഹിന്ദുമതമായിട്ട് ചേർന്ന് വരുന്നുണ്ട്. ഈ ബുദ്ധവിഹാരങ്ങളും ഈ ഹിന്ദു ക്ഷേത്രങ്ങളും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല. രണ്ടും രണ്ട് ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഉണ്ട്. ചർച്ചകൾ ഇങ്ങനെ തുടരട്ടെ. ഇപ്പൊ നമ്മൾ ഇതുവരെ അറിയാത്ത ചില കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളുടെ മറ്റൊരു വശവും ഒക്കെ തന്നെയായിട്ട് ഇങ്ങനെ പോകേണ്ടിയിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങളിലേക്ക്. ഇപ്പൊ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എപ്പോഴും അത് ലൈവായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു, ഇത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ പറഞ്ഞ കാര്യങ്ങളെ പറ്റി പോലും തൊട്ടും ഒരു 100 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെ പറ്റി അറിയാത്ത നമ്മളാണ് 5000 വർഷത്തെ കാര്യങ്ങൾ. ഇപ്പൊ ചില ആൾക്കാർ ഈ ചില തെളിച്ചിന്താരൊക്കെ പറയത്തില്ലേ, ശ്രീരാമൻ ശംഭുവിനെ വരിച്ചത് സമാധാനം പറഞ്ഞിട്ട് നീ അമ്പലത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കാര്യം? അത്ര തൊട്ടടുത്തുള്ള കാര്യങ്ങളല്ല, ഇതാണ്. അപ്പൊ അത് ഈ പറയുന്നത് പോലെ. പിന്നെ ഈ കാസ്റ്റ് ഡിഫറൻസ്, അംബേദ്കറിന്റെ കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് കൂടുതൽ. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച നരേറ്റീവ് അല്ല എന്ന് പറയുമ്പോൾ, പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആളെ മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു സമ്പ്രദായമാണ് സമകാലിക കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇവിടെ വിജയമാഷ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കിയാലും ചോദ്യം നിലനിൽക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ഒക്കെ പറഞ്ഞോളൂ. അതൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ആ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, ചോദ്യങ്ങൾ ഉണ്ടാകണം. ചോദ്യങ്ങൾ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്, വിമർശിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു മയവുമില്ലാതെ നിർദ്ദയമായിട്ടുള്ള ഒരു വിമർശനമാണ് വേണ്ടത്. അത് ആശയങ്ങൾ തമ്മിലുള്ള വിമർശനങ്ങളാണ്. ആശയങ്ങൾക്ക് പകരം ആയുധങ്ങളാകുമ്പോഴാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ആശയങ്ങളുടെ സംഘർഷങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.